ഹായ് ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കിളിമീൻ കറി വെക്കുകയാണ്. അതിനായിട്ട് കുക്കിംഗ് ഓയിൽ, എണ്ണ ചൂടായതിന് ശേഷം കുറച്ച് ഉലുവ, വെളുത്തുള്ളി, പെരുംജീരകം ചതച്ചത്, കുറച്ച് കറിവേപ്പില, സവാള, കറിക്ക് ആവശ്യമായ ഉപ്പ്, പച്ചമുളക്, കാശ്മീരി മുളക് എവിടെ നിന്ന് കിട്ടുന്ന 250 റുപ്യ ഓടണം. എനിക്ക് കാശ്മീരി മുളക് വാങ്ങിക്കണം. അത് തന്നെ. പിന്നെ തക്കാളി, മഞ്ഞൾപ്പൊടി, ഇന്ന് ഈ കുക്ക് ചെയ്യുമ്പോൾ എൻ്റെ മകനുണ്ട് ഇവിടെ. ഓനാണ് കേട്ടോ എന്നാ കളിയാക്കണേ. ഇനി ഇത് അടച്ച് വെച്ച് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. ഇനി മസാല ഒന്ന് ഇതിനോടൊന്ന് ഉടച്ചു കൊടുക്കുക. കാരണം കറി ഒന്ന് ഒരു ടിക്ക്, ഒരു മുഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് ഉടഞ്ഞാൽ കറിക്കൊരു തിക്നെസ് കിട്ടും. ഇങ്ങനെ ചെയ്തില്ലേ നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് വാട്ടിയ ഉള്ളിയും തക്കാളിയൊക്കെ എടുത്തിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചിട്ട് ഇതിൽ തന്നെ ഒഴിച്ചു കൊടുത്താലും മതി. അപ്പം അതിനേക്കാളും നല്ലത് ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ഉടച്ചു കൊടുക്കുന്നതായിരിക്കും. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഉപ്പുണ്ടോ നോക്കിയിട്ട്, ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുക. ഇനി കഴുകി വൃത്തിയാക്കി വെച്ച നമ്മളെ കിളിമീൻ ഇട്ട് കൊടുക്കുക. ഇതിന് ഞങ്ങൾ കിളിമീൻ എന്ന് പറയും, പുതിയാപ്പളക്കോര എന്ന് പറയും. ഇതൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുക. പിന്നെ വേറെ എന്തെങ്കിലും പേര് ഓരോ നാട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ മീൻ കറി വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, കയ്യിലിട്ട് കൂടുതൽ ഇളക്കരുത്. ഇളക്കിയാൽ നമുക്ക് ഇതിൻ്റെ കാമ്പ് തിന്നാണ്ടാവില്ല, മുള്ളേ തിന്നാണ്ടാവുള്ളൂ. പിന്നെ ഇനി ചട്ടി പിടിച്ചിട്ട് നല്ല ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. ഇനി കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പം നമ്മൾ മീൻ കറിയൊക്കെ റെഡിയായി. ഇനി കുറച്ച് കറിവേപ്പിൻ്റെ ഇല, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. പക്ഷേ ഇവിടെ വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുക്കിംഗ് ഓയിൽ തന്നെയാണ് ഒഴിക്കണത്. ഇനി തീയൊക്കെ ഓഫ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ തന്നെ അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ മീൻ കറി ഇഷ്ടപ്പെട്ടാണ് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു സോ മച്ച്.